ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ. ഉപ്പാനെ പരിഗണിക്കണ പോലെ അവരെയും പരിഗണിക്കണം, സ്നേഹിക്കണം. മൂത്താപ്പ എന്തിനാ നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നു? അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ, ഭയങ്കര അഭിപ്രായമാണല്ലോ ഉപരിക്ക്. ഇങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാവരുത്. നിന്റെ പിന്നെ കയ്യിലെ കൊണ്ടുകൊണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ? കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അത് ബറാത്തിലാവല്ല, ലൈലത്തുൽ ഖദറല്ല, ഏത് നല്ല കാലത്താണെങ്കിലും ഇന്നല്ലാഹ ലാ യർഹമു ഖൗമൻ ഫീഹിം ഖാതിഉർ റഹീം. കുടുംബ ബന്ധം മുറിച്ചവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവനൊരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ തന്നെ ദുആ സ്വീകരിക്കൂല. നിങ്ങൾ ആലോചിക്കുക, എത്ര പ്രശ്നമായ. ഏത് ലൈലത്തുൽ ഖദറായാലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. മക്കൾക്ക് കുടുംബ ബന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം, ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ. എവിടെ മൂത്ര കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകുന്നത്? എടെ മുത്തമ്മാന്റെ അടുത്താണ്. ആ പോകലെല്ലാം പോയിക്കോ, കുറെ സാധനം ഒന്നും അടുത്തേക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിയാൽ മതി നല്ല പറയണ്ടോ. മൂത്തമ്മ എന്ന് പറഞ്ഞാൽ ആരാധന നിനക്ക്? ഉമ്മ ആ പണ്ട് കാലത്ത് 2 കൊല്ലം അസുഖത്തിൽ കിടന്ന മരണത്തോട് വല്ലിട്ടൊരു രോഗിക്കറിയില്ലേ, ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയാണ്. ആ മൂത്തമ്മക്ക് ഇപ്പൊ പ്രായമായി, നമ്മളെ ഉമ്മാമ്മന്റെ സ്ഥാനത്താണ്. നീ നന്നായിട്ട് പരിഗണിക്കണം എടാ. കുറച്ച് എന്തെങ്കിലും നല്ല ഹദിയല്ല മൂത്തമ്മക്ക് കൊടുക്കണം, അങ്ങനെ പറയുന്നത്. മൂത്തമ്മാനോട് വിലപ്പെട്ട ഉറക്കം നമ്മൾ കളയുന്നത്, മുഖത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ താടിയും മുടിയുമെല്ലാം നരച്ചു വരുന്നത്. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക്നെസ് വരുന്നത്. ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ് മുഖത്തിന്റെ ബ്രൈറ്റ്നെസ് നഷ്ടപ്പെടുന്നത്, മുഖത്തിൽ കേർവ് വരുന്നത്, ചുളിവ് വരുന്നത്. എല്ലാം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു കാരണവുമില്ലാതെ 10:30 മണിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നു നമ്മള്. രാത്രി സമയങ്ങളിൽ സ്ക്രീനിന്റെ മുന്നിലാണ്. അനാവശ്യമായി 12 മണി വരെ 1 മണി വരെ സ്ക്രീനിന്റെ മുന്നിലിരുന്ന് അവസാനം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്ന ആയത്തല്ലയോ ഇത്? നിങ്ങൾക്ക് ഞാൻ രാത്രിയെ വസ്ത്രമാക്കി തന്നു എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങാനുള്ളതാണ്, രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ്. പകൽ സമയങ്ങളാണ് ജോലിക്ക് പോവാനുള്ളത്, ജോലിക്ക് പോകേണ്ടത് പകൽ സമയങ്ങളിലാണ്. എന്നാൽ നമ്മൾ പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങി രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓർഡർ തന്നെ തെറ്റുകയാണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ പ്രായാധിക്യം നമ്മുടെ മുഖത്ത് കാണാൻ തുടങ്ങുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണെല്ലാം മാറ്റി, വീടെടുക്കുമ്പോൾ സ്ഥലം വാങ്ങുമ്പോൾ അയൽവാസികളെ കുറിച്ച് പഠിക്കുക. ഒന്നാമത്തെ, നമ്മൾ സ്ഥലം വാങ്ങൂലേ, ആ സ്ഥലത്തിനോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസികളെ കുറിച്ച് പഠിച്ചിട്ട് വേണം സ്ഥലം വാങ്ങാൻ. നാട്ടുകാരോട് ചോദിക്കണം, എങ്ങനെയാണ് അവർ, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ്. നാട്ടുകാര് സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നില്ലെങ്കിലോ ആ സ്ഥലം വാങ്ങണ്ട, വെറുതെ കിട്ടുകയാണെങ്കിലും വാങ്ങണ്ട, അവിടെ വീടെടുക്കാൻ വാങ്ങരുത്. കാരണം അയൽവാസികൾ മോശമായാൽ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും. സീരിയസ് ആണ്. അയൽവാസികൾ, ചുറ്റുഭാഗത്തുള്ള അയൽക്കാരൊക്കെ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? എപ്പോഴും അവർ ഒളിഞ്ഞിരുന്നും തെളിഞ്ഞിരുന്നും നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ എങ്ങോട്ടാ പോവാ, നമ്മുടെ വീട്ടിലേക്ക് ആരാ വരിക, ഇങ്ങനെയൊക്കെ നിരന്തരമായി നമ്മളെ ടാർഗറ്റ് ചെയ്യും. ഒരു സൽക്കാരത്തിന് വിളിച്ചവർ വരൂല്ല, അവരാണെങ്കിൽ നമ്മൾ സൽക്കാരത്തിന് ക്ഷണിക്കൂല, ഇനി വന്നാൽ എന്തെങ്കിലും ഒരു അലമ്പുണ്ടാക്കും. ഇതൊക്കെയാണ്. അപ്പൊ ഒന്നാമത്, വീടെടുക്കുന്ന ആളുകൾ, സ്ഥലം വാങ്ങുന്ന ആളുകൾ അയൽക്കാരെ കുറിച്ച് പഠിച്ചിട്ട് വേണം സ്ഥലം വാങ്ങാൻ. കാരണം നമ്മളൊരു വീടെടുത്താൽ മരണം വരെ നമ്മൾ തുടരുന്നതും ജീവിക്കുന്നതും ആ വീട്ടിലാണ്. ആ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവർ അപകടകാരികളാണെങ്കിൽ അവിടെ വീടെടുക്കാതെ ഏതെങ്കിലും ക്വാർട്ടേഴ്സിലോ ഫ്ലാറ്റിലോ നിൽക്കാനാണ് നല്ലത്. ഞങ്ങൾ വിചാരിക്കും അയൽവാസിയായിട്ട് തീരെ ബന്ധമില്ലെങ്കിൽ പോരെ. നമ്മൾ